പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ട് തോരൻ എങ്ങനെ വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ചെത്തിയെടുത്തു. സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ അരിഞ്ഞെടുത്തു. അതുപോലെ സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തോരനാവശ്യമായ തേങ്ങയും കൂടെ ചിരുവിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം തോരനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് നമുക്കിനി ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് മാറ്റി ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ബൗൾ എടുത്ത് വെച്ചു. നമുക്കിതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന എടുത്തിടാം. ശേഷം സവാള, അതിനുശേഷം തേങ്ങ ചിരവിയത്, അതിനുശേഷം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിനാവശ്യമായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് നന്നായിട്ടെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു. നമുക്കിനി ഇതൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. പാൻ എടുത്ത് അടുപ്പേ വെച്ചു. നമുക്കിതിന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കിതിലേക്ക് കൂട്ടി വെച്ചിരുന്ന തോരൻ്റെ ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇത് അല്പം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ശകലം, കുറച്ച് മാത്രം മതിയാകും. ശകലം ഒഴിച്ച് കൊടുത്താൽ മതി. അത് വേവാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടത് വെന്തിട്ടുണ്ട്. നമുക്കിത് തുറന്ന് വെച്ചത് വേവിച്ചെടുക്കാം. നല്ലതായിട്ടത് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ബീട്രൂട്ട് തോരൻ. നമുക്ക് ഈ തോരനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ രുചിയേറും ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് തന്നെ ഇതിലുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇത് തീർച്ചയായും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.